GD അഗർവാളിന്റെ പേര് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണില്ല. മീഡിയ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് BHU, പിന്നെ IIT റൂർക്കിയുമായും പിന്നെ വിദേശത്തുള്ള ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് പറയുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം PhD എടുത്തത്. പിന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അദ്ദേഹം അംഗവുമാണ്. 111 ദിവസത്തോളം സത്യാഗ്രഹം ചെയ്ത് അദ്ദേഹം ജീവൻ കൊടുത്തു ഗംഗയ്ക്ക് വേണ്ടി. ഭാരതത്തിലെ ജനങ്ങളും കേട്ടില്ല, ഭാരത സർക്കാരും കേട്ടില്ല. ഇത് 2018-ലാണത്. ഈ 111 ദിവസവും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ എഞ്ചിനീയറാണ്, റിസർച്ചറാണ്, സയന്റിസ്റ്റ് ആണെന്ന്. ഞാൻ പൊല്യൂഷൻ കൺട്രോളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു മെമ്പറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ ഗംഗയെ നശിപ്പിക്കുകയാണ്. 111 ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കിടന്നു. സർക്കാർ അദ്ദേഹത്തോട് സംസാരിച്ചില്ല. അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഋഷികേശിലാണ് മരിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സന്യാസികളെ ബഹുമാനിക്കുന്നത്. ഇത് വേറൊരു രാജ്യത്താണ് സംഭവിച്ചതെങ്കിൽ, അവരുടെ ഒരു ടോപ്പ് സയന്റിസ്റ്റ് നിരാഹാരം കിടക്കുകയാണെങ്കിൽ മരണം നടന്നാൽ സർക്കാർ താഴെ വീണേക്കാം. ഇവിടുത്തെ സംസ്കാരം കൊണ്ട് നമുക്കെന്താ നേട്ടം? ITN ബഹുമാനം കിട്ടുന്ന അദ്ദേഹം കാശ് സമ്പാദിക്കുന്നതുകൊണ്ടാണ്. പണം സമ്പാദിക്കാത്ത ITN കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെയും ബഹുമാനിക്കില്ല, അദ്ദേഹത്തെയും നിങ്ങൾ പുച്ഛിക്കും.